അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ അതിന്റെ ചികിത്സാ രീതി കുറച്ച് സങ്കീർണമാണ്. അതായത് സിംഗിൾ മെഡിസിൻ അല്ല, ആന്റി അമീബിക് ആക്ടിവിറ്റി ഉള്ള കോമ്പിനേഷൻ ഓഫ് മെഡിസിൻസ് വെച്ചാണ് ട്രീറ്റ് ചെയ്യുന്നത്. മാത്രമല്ല ഈ മെഡിസിൻസ് എല്ലാം യൂസ് ചെയ്യുമ്പോൾ അതിന് പ്രത്യേക ശ്രദ്ധകളും പിന്നെ അതിന്റെ സപ്പോർട്ടീവ് കെയർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മരുന്നിന്റെ വെറും ആക്ഷൻ കൊണ്ട് മാത്രമേ സപ്പോർട്ടീവ് കെയറും കൂടെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ചികിത്സ വളരെ സങ്കീർണമാണ്, അതിനെ തെളിയിക്കുന്നത് സങ്കീർണം. ഇതെല്ലാം ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പ്രോസസ്സാണ്. അപ്പോ നേരത്തെ സൂചിപ്പിച്ച പോലെ ജനങ്ങൾക്ക് ആശങ്ക എന്ന് പറയുമ്പോഴേക്കും സ്വാഭാവികമായിട്ട് ആശങ്ക ഉണ്ടാവും. പക്ഷെ അതിനകത്ത് വലിയ ഒരു പബ്ലിക് പാനിക്കിന്റെ ഒരു ഘടകം അവിടെ വരേണ്ട കാര്യമില്ല എന്നാണ് പൊതുവെയുള്ള ശാസ്ത്രീയമായിട്ടുള്ളൊരു കണ്ടെത്തൽ ഇതുവരെയുള്ള പഴയ അനുഭവങ്ങളിൽ നിന്ന് നമ്മൾ പഠിക്കുമ്പോൾ. കാരണം ഈ അമീബ എന്ന് പറയുന്ന ഇനം ജേംസ്, ഈ അണുക്കള് പരസ്ഥലത്തും ഫ്രീ ലിവിംഗ് ആയിട്ടുണ്ട്. പല വെള്ളത്തിനകത്ത് ഇരിക്കാം. പക്ഷെ അതൊന്നും അങ്ങനെ എല്ലാ വെള്ളവും നമ്മളെല്ലാം യൂസ് ചെയ്യുന്നെങ്കിലും അങ്ങനെ എല്ലാവർക്കും പടർന്നു പിടിക്കുന്ന രോഗമല്ല എന്നുള്ളത് നമുക്കറിയാം, അനുഭവത്തിൽ നിന്നറിയാം. ചില പ്രത്യേക സാഹചര്യങ്ങൾ, പ്രത്യേകിച്ച് എടുത്തു പറയുന്ന ഒരെണ്ണം എന്ന് വെച്ചാൽ ക്ലിയർ ആയിട്ടുള്ള വെള്ളം, പക്ഷേ അതേസമയം വെയിൽ കൊള്ളുകയും കായുകയും ഈ കാഞ്ഞ വെള്ളം വരെ ചൂടായി വരാവുന്ന കണ്ടീഷൻസും അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻസ്, ഈ വെള്ളത്തിന്റെ കെമിക്കൽ കോമ്പോസിഷൻ മുതലായ പല പല ഘടകങ്ങളുടെ ഒരു കോമ്പിനേഷൻ കൊണ്ട് ആയിരിക്കും ചിലപ്പോൾ ഇതിന്റെ ഈ അമീബകളുടെ സ്റ്റേജ് മാറുകയോ അതിന്റെ ഇൻഫെക്റ്റീവ് ആയിട്ടിരിക്കുകയോ ഒരാളെ ബാധിക്കാനൊക്കെ സാധിക്കുന്നത്. അപ്പൊ ഒരു കിണറ്റിലുണ്ട്, അല്ലെങ്കിൽ ഒരു തടാകത്തിലോ അല്ലെ ഒരു ടാങ്കിലോ ഒക്കെ ഉണ്ട്, പക്ഷെ അത് അടുത്ത സ്ഥലത്ത് തന്നെ വേണമെന്നില്ല. അതും ഒരു ഫാക്റ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് ഒരു പാനിക്കിന്റെ ആവശ്യമില്ല. ചില നമ്മൾ അറിയാതെയോ ഒക്കെ ചെയ്യുന്ന ചില ശീലങ്ങൾ ഇതിനെ പ്രീഡിസ്പോസ് ചെയ്യാം. അതിലൊന്നെന്ന് പറയുന്നത് നമ്മൾ ഈ വെള്ളം മൂക്കിൽ കൂടെ വലിച്ചു കയറ്റുന്ന രീതിയിലുള്ള എന്തെങ്കിലും ആക്ടിവിറ്റി. അത് ചിലപ്പോ ഒരു കൊച്ചു കുഞ്ഞിനെ കുളിപ്പിക്കുമ്പോൾ കൊച്ചു കുഞ്ഞുങ്ങൾ സ്വാഭാവികമായും ചിലപ്പോൾ അവരിങ്ങനെ ഗ്യാസ് ചെയ്യും. നമ്മൾ പെട്ടെന്ന് വെള്ളം ഒഴിക്കുമ്പോൾ മൂക്കിനകത്ത് ഇങ്ങനെ വലിച്ചു കയറ്റാം. അപ്പൊ അങ്ങനത്തെ ഒരു ലാർജ് വോളിയം വെള്ളം കൊണ്ട് കുളിപ്പിക്കുകയോ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകാണ്ടിരിക്കാൻ നോക്കുക എന്നുള്ളത് അത് പൊതുവേ ഉള്ളതാണ്. വലിയ കുട്ടികളാണെങ്കിലും വലിയവരാണെങ്കിലും ഒക്കെ മൂക്കിനകത്ത് ഇങ്ങനത്തെ വെള്ളം കയറി പോകുന്നതിനെ ഒഴിവാക്കുന്നത് പൊതുവെ നല്ലതാണ്. ചിലർ അറിഞ്ഞുകൊണ്ട് ഇങ്ങനെ മൂക്കിനകത്തൂടെ വെള്ളം വലിച്ചു കയറ്റി വായിക്കൂടെ തുപ്പുക മുതലായ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ കളിയുടെ ഭാഗമായിട്ടോ ഒരു ജസ്റ്റ് ഒരു എന്റർടൈൻമെന്റ് ആയിട്ട് പോലും ചിലപ്പോൾ ചെയ്തേക്കാം. അല്ലെങ്കിൽ നീന്തുമ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ അത് ഒഴിവാക്കുന്നത് നല്ലതാണ്. അതാണ് മെയിനായിട്ട് ഇതിനകത്തുള്ള ഒരു റിസ്ക് ഫാക്ടർ എന്ന് പറയുന്നത്. ഡോക്ടർ പറയുകയുണ്ടായി ഈ ഒരു ചികിത്സാ രീതി കുറച്ച് സങ്കീർണമാണെന്ന് പറഞ്ഞു. ഇതിനൊരു കൃത്യമായ ഒരു ചികിത്സാ രീതി ഉണ്ട്. നമുക്കറിയാം ഈ നിപ്പ പോലുള്ള രോഗങ്ങൾക്കൊന്നും, നിപ്പ ഈ കോവിഡൊക്കെ വന്ന സമയത്തൊക്കെ ഒരു കൃത്യമായ ഒരു ചികിത്സ രീതി നമുക്ക് പറയാനുണ്ടായിരുന്നില്ല. അതെ. അല്ല, പല കോമ്പിനേഷൻ ഓഫ് ആന്റി അമീബിക് ആക്ടിവിറ്റി ഡ്രഗ്സിന്റെ കോമ്പിനേഷൻ ഇഫക്ട്സ് കാണിക്കുകയും നമ്മൾ ഇവിടെ ട്രീറ്റ് ചെയ്തതിനകത്ത് മറ്റ് ലോകത്തെ പല രാജ്യങ്ങളിലും ഇതിനെ ട്രീറ്റ് ചെയ്ത് ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അതിനേക്കാൾ ഒരു ഹയർ സക്സസ് റേറ്റ് കാണിക്കുന്നുണ്ട്. അതും ഒറ്റയടിക്ക് സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന വെച്ചാൽ ഒരാളെ എത്രത്തോളം ബാധിച്ചു, എത്രത്തോളം സിവിയർ ആയിട്ടുള്ള ബാധയാണെന്നുള്ളത് മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് ആണ്. ഏജന്റ് എത്രയുണ്ട്, ഈ വ്യക്തിക്ക് ആ നേരത്ത് അയാളുടെ ഇമ്മ്യൂണിറ്റി കുറയത്തക്കം എന്തെങ്കിലും സാഹചര്യം നിലനിന്നിരുന്നോ, ഇതെല്ലാം കൂടെ ചേർന്നാണ് ആ ഒരു ഇത് ഇങ്ങനെ ഉണ്ടാവുമോ ഇല്ല എന്നുള്ളൊരു തീരുമാനം വരുന്നത്. അതുകൊണ്ടാണ് ഇതിനകത്ത് കുറെ അൺപ്രഡിക്റ്റബിൾ എലിമെന്റ്സും ഉണ്ട്. അതായത് ഈ പ്രതിരോധ ശേഷി കുറവുള്ളവരിലാണ് ഈ രോഗം അധികമായി ബാധിക്കുന്നത് എന്നാണോ? അത് വൺ ഓഫ് ദ ഫാക്ടേഴ്സ് അതാണ്. എന്തെങ്കിലും കാരണം കൊണ്ട് ആ നേരത്തെ ഒരു ഇമ്മ്യൂണിറ്റിക്ക് എന്തെങ്കിലും ഒരു കുറവുള്ള നേരം ആണെങ്കിൽ അത് ഒരു സാധ്യത, പല സാധ്യതകളൊന്നും അതാണ്. അപ്പോൾ ഇതിനൊരു പോംവഴി, അതായത് ഈ വെള്ളമൊക്കെ നല്ല രീതിയിൽ ചൂടാക്കി കുടിക്കുക എന്നുള്ളതാണ് ഇത് വരാതിരിക്കാനുള്ള ഒരു ആവശ്യമെന്ന് തോന്നുന്നു അല്ലേ? എല്ലാ വെള്ളം നമുക്ക് ചൂടാക്കാൻ പറ്റില്ല. ഇപ്പൊ കിണർ എന്നൊക്കെ പറഞ്ഞാൽ അത് എല്ലാം ചൂടാക്കി നമുക്ക് യൂസ് ചെയ്യാൻ ചില പ്രാക്ടിക്കലുള്ള കാര്യമല്ല. പക്ഷെ അതിനേക്കാളും പ്രാക്ടിക്കൽ ആയിട്ടുള്ളത് ഇപ്പൊ ക്ലോറിനേഷനൊക്കെ ശരിയായ രീതിയിൽ ചെയ്യുക. പിന്നെ ഈ പലരും ഇങ്ങനെ ഈ ചെറിയ ചെറിയ കുളങ്ങളിലും ഒക്കെ ചാടി കുളിക്കുകയൊക്കെ ചെയ്യുന്ന അങ്ങനത്തെ സോഴ്സിൽ നമുക്ക് കുളിക്കുന്ന ഒഴിവാക്കാൻ വേണ്ടി ചാടി കുളിക്കുന്ന ഒഴിവാക്കുക. ക്ലോറിനേഷൻ വളരെ ഇമ്പോർട്ടൻ്റ്. ഇപ്പൊ കിണറെന്ന് പറഞ്ഞാൽ അവിടെ ആരും ചാടി കുളിക്കൂലായിരിക്കും, പക്ഷെ അതിലെ വെള്ളം യൂസ് ചെയ്യുന്നു. അപ്പൊ അത് ക്ലോറിനേഷൻ ശരിയാണെങ്കിൽ അതിന്റെ മിക്കവാറും പല ജേംസിനെതിരായിട്ടും ക്ലോറിൻ വർക്ക് ചെയ്യുമല്ലോ. അപ്പൊ അതിന്റെ ക്ലോറിനേഷൻ കറക്റ്റ് ആയിട്ട് രീതിയിൽ ചെയ്യുക. അതൊക്കെയാണ് ജനറൽ ആയിട്ടുള്ള പ്രിക്കോഷൻസ് ആണ് ഉള്ളത്. സ്പെസിഫിക് ആയിട്ട് നിറച്ചും വ്യാപകമായിട്ടുള്ളൊരു അണുബാധ അല്ല ഇത്. ഈ വെള്ളം തന്നെയാണോ, ഇതിന്റെ വെള്ളത്തിലൂടെയാണോ ഈ രോഗം കൂടുതലായും പകരുന്നത്? മറ്റെന്തെങ്കിലും പൊതുവെ അങ്ങനെയാണ് കാണപ്പെടുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.